ഇറാന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രങ്ങളായ ഫോർദോയിലും ഇസ്ഫഹാനിലും നാദൻസിലും അമേരിക്ക നടത്തിയ മിന്നലാക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയാണ്. ആക്രമണം നടന്നയുടൻ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിൽ നിന്നുള്ള മലക്കം മറിച്ചിലാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൽ ഇറാനിലെ ആണവ നിലയങ്ങൾക്കും ആണവ പദ്ധതികൾക്കും വലിയ നാശനഷ്ടമുണ്ടായതായി നേരത്തെ തന്നെ അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇറാൻ ഒരു അണ്വായുധം നിർമ്മിക്കാനുള്ള കഴിവിൽ നിന്ന് ഏറെ പിന്നിലേക്ക് പോയിരിക്കുന്നുവെന്ന നിലപാടാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. അമേരിക്കൻ ആക്രമണത്തെ നിസ്സാരവൽക്കരിച്ചും ഇറാനിൽ ആണവ കേന്ദ്രങ്ങളിലെ നാശനഷ്ടങ്ങളിൽ തെറ്റായ വിലയിരുത്തലുകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. കൂടാതെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മേധാവി റഫായേൽ ഗ്രോസി പറയുന്നത് ജൂൺ 13 മുമ്പ് ഉണ്ടായിരുന്ന ഇറാനും ഇപ്പോഴത്തെ ഇറാനും തമ്മിൽ താരതമ്യം ചെയ്യുവാൻ പോലും കഴിയില്ലെന്നും ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നതിനാൽ ഇനിയൊരു അണ്വായുധം നിർമ്മിക്കുവാനുള്ള അവരുടെ ശ്രമം വലിയ കഠിനമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തകർന്ന ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനകളിൽ മാത്രമേ നാശനഷ്ടത്തിന്റെ തോത് അറിയുവാൻ സാധിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ സൈനിക വക്താവ് എഫി ടെഫ്രിൻ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ പദ്ധതികൾ വർഷങ്ങൾ പിറകോട്ട് പോയതായും ഒപ്പം ഇറാന്റെ മിസൈൽ പദ്ധതിയും നന്നായി ദുർബലമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം IAEA-യുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള പ്രമേയം ഇറാൻ പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.